അപ്പോൾ നമ്മൾ കൊണ്ടോട്ടി ഫെസ്റ്റിവൽ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഞാൻ അവിടെ കിട്ടിയിട്ട് അവിടുത്തെ വീഡിയോസ് അവിടെ നിന്ന് കാണിക്കാം. അങ്ങനെ നമ്മൾ പെട്ടിയവരവ് ഫെസ്റ്റിവലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്താട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നേരെ കാണുമ്പോൾ തന്നെ പ്ലാവിൻ്റെ തൈകൾ പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകൾ ഇവിടെ ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചിറിൽ ഗാർഡൻ്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ കവാടം ഉണ്ടാക്കിയത്. നല്ല നേക്കാക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കണം, അവിടത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ അങ്ങോട്ട് പ്രവേശന ഫീ വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ടിക്കറ്റ് വാങ്ങിയിട്ടോ. അപ്പം ഉൾക്ക് ഇങ്ങനെ കയറാൻ നേരത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ 4:30 ആ സമയത്താണ് കേട്ടോ. അപ്പോൾ വെയിലാണ്ട് പറ്റ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആളുകൾ കമ്മിയാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വെയിലൊക്കെ ഒന്ന് കുറയണമെന്നുണ്ടെങ്കിൽ 5 മണി 5:30 ആവും. അപ്പോഴേക്കെ ആളുകൾ വരുള്ളൂ. ഏതായാലും ഇനി ഉള്ളിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് കണ്ടാണ്ട് തന്നെ പറയുന്നതിനൊരു കണക്കില്ലേ. ഇവിടൊക്കെ ഓരോരോ ഇതിൻ്റെ പരസ്യങ്ങളാണ് കേട്ടോ. ഓരോരോ പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. പറമ്പാടൻ്റെ ഓരോരോ ഇതൊക്കെയാണ്. ഇതൊക്കെ വിൽപ്പന. ഇവിടെ ABCൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവരെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പണ്ട് കാലത്തൊക്കെ വാങ്ങിയ മിഠായികളല്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞാൽ 20 ഇവിടെയൊക്കെ ഓരോരോ ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ട്രാവൽസിൻ്റെ ഇവിടെ മിററിൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലൈവുഡിൻ്റെ പരസ്യം ചെയ്യുന്നുണ്ട്. വെള്ളം നനഞ്ഞാലൊന്നും കേടില്ല എന്നാണ്ട്. ഞാൻ ഇവിടെ അവസാനിക്കുന്ന ഭാഗത്തുള്ള പാലം കടന്നുപോയാൽ ഫുഡ് കോർട്ടുകൾ, എൽബിസ്റ്റോണുകൾ, അക്വേറിയം കൂടാതെ വലിയ സദ്യ സംവിധാനത്തിലുള്ള മെഗാ സ്റ്റേജ് പ്രോഗ്രാമുകൾ വീക്ഷിക്കാം. കൊണ്ടോട്ടി വരവ് മെയ് 4 മുതൽ 19 വരെ. ഈ സൈഡിലൊക്കെ ഓരോരോന്നിൻ്റെ റേറ്റ് ഒക്കെ വെച്ചാണ് കേട്ടോ. ഇവിടെ വിൽപ്പനക്കുള്ള സാധനങ്ങളാണ്. ഇവിടെയൊക്കെ കുട്ടികളെ പാർക്ക് കാര്യങ്ങളൊക്കെ. കൊണ്ടോട്ടിയിലെ വ്യാപാരം വൈദ്യുതകാരന് വിവിധ സംഘടനകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന റാനുവിനെ ഇതിലെ ഗേറ്റ് ചെയ്യണം കേട്ടോ. അറിയാ എങ്ങനെയുണ്ട്?
അങ്ങനെ പോയാൽ ഇവിടെ ഉണ്ട് കേട്ടോ, തോണി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആളൊക്കെ കുറവാണ്, ഇതിലൊന്നും ആളില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ഓരോരോ ഐറ്റംസുകളാട്ടോ. കൊണ്ടോട്ടി വരുന്ന പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. മെയിൻ സ്റ്റേജ്, പിന്നെ എക്സ്പോ ഹാള്, പെറ്റ് ഷോ, ഫുഡ് കോർട്ട്, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രാഗൺ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ആളുകൾ എത്തിയിട്ടില്ല. ആളുകളെ ആകർഷിക്കാനും വേണ്ടത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുട്ടികളൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള കാറൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള കാറൊക്കെ വെച്ചിരുന്നു. ചെറിയ കുട്ടികൾക്ക് ആകുമ്പോൾ അതിൽ വെച്ച് കൊടുത്താൽ അവരൊക്കെ കുടിച്ചിരുന്നോളും. ചെറിയ കുട്ടികളെ സന്തോഷം കണ്ടില്ലേ? ഫാമിലി ആയിട്ട് വരുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ പോകുമ്പോൾ ഓരോരുത്തരിങ്ങനെ ആർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിമാനത്തിലൊക്കെ ഇപ്പോൾ ആൾ കയറി കേട്ടോ. നമ്മളങ്ങോട്ട് പോയപ്പോൾ ഇതിലൊന്നും ആളില്ല. ഇനി ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ കയറി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഡ്രാഗണിൻ്റെ ഇതിലും ഇപ്പോൾ ആളുകൾ ഇങ്ങനെ കയറാനും വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോട്ടയെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കരയുന്നുണ്ടാവും. ആർക്കും വിളിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കോട്ടയെന്നുള്ളത്. കാരണം ആ മേലെന്നടിയേക്ക് ഇങ്ങനെ വരുമ്പോഴേ വള്ളേനിങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരാർക്കും. അപ്പോൾ ഈ സൈഡിൽ തോണി ചാലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ കയറി ആട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രാഗൺ ട്രെയിനിൽ അപ്പോഴത്തേനും ആളുകളൊക്കെ കയറി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇവിടെ ആൾ കുറവാണ്. അപ്പം അങ്ങനെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. മറ്റേത് നല്ല ജനങ്ങളൊക്കെ ഉണ്ടാവുന്ന, രാത്രിയൊക്കെ നല്ല ജനങ്ങൾ ഉണ്ടാവുന്നതാണ്. കാരണം ഇവിടെ DJയും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതാക്കണം, ഈ കാണുന്നതൊക്കെ കുട്ടികൾക്കുള്ള കേട്ടോ. കുട്ടികൾക്ക് ഉള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്നും വാങ്ങാനൊന്നും ഇല്ലായിരുന്നു. കാരണം മോനസ് കുറച്ചും കൂടി വലുതായിട്ടൊക്കെ കളിപ്പാട്ടത്തിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാന്നുള്ളതിൽ നിൽക്കുകയാണ്. അവനിപ്പോൾ അത്യാവശ്യത്തിനുള്ള പോകാൻ കഴിയും. അപ്പോൾ ഇനി ഈ മെയിൻ സ്റ്റേജിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് ഇവിടെ കെട്ടി ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് പോകാനും വേണ്ടി. അപ്പോൾ ഇത് കടന്നൊന്ന് പോയി നോക്കാം എന്തൊക്കെ അവിടെ ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഇവിടെയൊക്കെ സെയിലും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒന്നും വാങ്ങാനൊന്നും ഇല്ലായിരുന്നു. വാങ്ങാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിങ്ങനെ പോവുകയാണ്.
നമുക്കൊക്കെ പറ്റിയ കളക്ഷൻസ് ഉള്ള ഏരിയ. ഇപ്പോൾ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഫാമിലി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, ഫാമിലിയൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്ര എഴുതിയാലും തീരാത്ത മാജിക് ഇപ്പോൾ നോക്കണല്ലോ. അപ്പോൾ അവനെന്താ പറഞ്ഞു വെച്ചാൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാനൊക്കെ ഉണ്ട്, പയ്യൻ പറഞ്ഞത്. നമ്മളേതായാലും കയറി തന്നെ ഇവിടെ ഓരോരോ കമ്പനീൻ്റെ അവരുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് തന്ന് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്, നോക്കാമല്ലോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ എപ്പോഴൊക്കെ ആവശ്യം വരുമ്പോൾ അവരെ വിളിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ടയറിൻ്റെ സീറ്റൊക്കെ ആകുമ്പോൾ മഴ ചെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ സൗണ്ട് ഇല്ലാതെക്കാനുള്ള ഒരു കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിലൂടെ ഒരു സ്പോഞ്ച് വരുന്നുണ്ട്, സ്പോഞ്ച് തെർമാക്കോൾ അങ്ങനത്തൊക്കെ അഡീഷണലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ കണ്ടത്. പിന്നെ ഇവിടെ ഈ സെക്യൂരിറ്റീൻ്റെ കുറച്ച് സംഭവങ്ങൾ, അതായത് ഈ ലോക്കർ കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഈ മുറ്റത്തിരുന്ന കട്ട, അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ജ്യൂസ് പുറത്തൊക്കെ അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കൊടുക്കുന്നത്. അതായത് ഓരോരോ കമ്പനികളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈഡിൽ ആധാർ ഗോൾഡിൻ്റെ ഒരു സമ്മാന കൂപ്പൺ ഉണ്ടായിരുന്നു. അപ്പോൾ സമ്മാന കൂപ്പണിൻ്റെ ഞങ്ങൾ എഴുതി കൊടുത്തിട്ട് നമുക്ക് അടിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഏതായാലും അവിടെ എഴുതുന്നുണ്ട് കേട്ടോ. അനുവിൻ്റെ പേരിലാണ് എഴുതിയിട്ടത്. അവർ വിളിക്കേക്ക് അങ്ങനെ ആ എഴുതിയ കൂപ്പണ് ഇട്ടിട്ടുണ്ട് ആ ബോക്സിൽ നിഷേധിച്ചു. പിന്നെ ബാക്കി നമുക്ക് കണ്ടോക്കാം. ഇവിടെയൊക്കെ ഡ്രസ്സിൻ്റെ ഓരോരോ ഐറ്റംസ് ഒന്നും കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫർണിച്ചറിൻ്റെ ഷോറൂമാണ്. ഫർണിച്ചറൊക്കെ വാങ്ങാണ്ടെങ്കിൽ നമുക്ക് വിൽക്കാമല്ലോ. അതായത് ഒരു കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെന്നാൽ ഇവിടെ എന്തൊരു ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കമ്പനീൻ്റെ ഇതാണ് തോന്നുന്നുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സോ എന്തോ തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മളൊന്നും നോക്കിയിട്ടില്ല. അത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ പുറത്തത്തെ കാഴ്ചകളൊക്കെ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരെ ചെല്ലുന്ന തന്നെ നമ്മൾ ഈ ഗാനങ്ങളൊക്കെ നടക്കുന്ന സ്റ്റേജിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. രാത്രിയാണ് ഇവിടെ പരിപാടി നടക്കൽ. റെസ്റ്റിലാണ്.
നമ്മൾ തീറ്റ അപ്പോൾ ഇവിടെ പോപ്കോൺ വാങ്ങാൻ വേണ്ടി ഇവിടെ കയറിയിട്ട് അപ്പോൾ പോപ്കോൺ വാങ്ങാണ്. ഞാൻ അതിൽ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അൻ്റെക്ക് വെക്ക്, നീ കഴിച്ചു നോക്കിയാ, എടുത്താണ്ട് കഴിക്ക്. അതൊക്കെ അത്രയുണ്ട് ഇവിടെ കാണാനുള്ള. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ ഇവിടെ പെറ്റ്സിൻ്റെ ഇതുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കയറിയിട്ടില്ല, കാരണം ഉള്ളിലൊക്കെ ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കഴിയില്ല. റിട്ടങ്ങ നടന്നു പോകുമ്പം കുറേ പേര് ഇങ്ങോട്ടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും വൈകുന്നേരം ഈ 5 മണി കഴിഞ്ഞിട്ട് ആണ് ഇവിടെ തിരക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. അതുവരെ തിരക്കൊന്നുമില്ല കേട്ടോ, കാരണം വെയിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും വരുന്നത്. ഇതൊക്കെ തിരക്ക് കൂടിയിട്ടോ. അപ്പം നമ്മൾ പോയതിനെക്കാട്ടിലും തിരക്കുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പം വരുമ്പോൾ അതിലേറെ തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവായിട്ടോ. ഇതിലൊക്കെ കുട്ടികൾ കയറി. എന്താ അറിയില്ല കേട്ടോ, ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. ആൾ കഴിഞ്ഞിട്ടായിരിക്കും. അതൊക്കെ എപ്പോഴും ആക്റ്റീവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കൊണ്ടോട്ടി ഫെസ്റ്റിവൽ.